ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9-ാം വാക്യത്തിലെ ഫരീസയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയെ ഈശോ കാണിക്കുന്നുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് ഈശോ പറയുന്നു, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. ഫരീസയൻ ഒരുപാട് കാര്യങ്ങൾ ദേവാലയത്തിൽ വെച്ച് പറയുന്നുണ്ട്. പക്ഷേ ചുങ്കക്കാരൻ പറഞ്ഞു, കർത്താവേ, പാപയെ എൻ്റെ മേൽ കനിയണമേ. ഏറ്റവും മനോഹരമായിട്ട് ഈശോ തന്നെ പറയുന്നു, അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും നല്ല പ്രാർത്ഥന. ഈശോ നോക്കുന്നത് മനോഭാവത്തെയാണ്. പലപ്പോഴും നമ്മളും നമ്മുടെ പ്രാർത്ഥനകൾ ഈ ചുങ്കക്കാരൻ്റെ പോലെ ആയിത്തീരാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഈശോ മനോഭാവം നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കരഞ്ഞുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ വിശുദ്ധ കുമ്പസാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു പ്രാർത്ഥന മനോഭാവത്തെ വീണ്ടും എടുത്തു കാണിക്കുന്നുണ്ട്. കർത്താവേ, പാപിയായ എൻ്റെ മേൽ കനിയണമേ. ഈ ഒരു സമയം കഴിഞ്ഞിട്ട് ഫരീസയനും ചുങ്കക്കാരനും വീണ്ടും ആ ദേവാലയത്തിലേക്ക് വരികയാണെന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക. പക്ഷേ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഫരീസയനും ചുങ്കക്കാരനും വീണ്ടും ദേവാലയത്തേക്ക് വരുന്നത്. മനോഹരമായിട്ട് ഫരീസയൻ ആ പറഞ്ഞ പ്രാർത്ഥനകൾ വീണ്ടും പറയുകയാണ്. ഞാൻ ദാനധർമ്മം നൽകി, മറ്റുള്ളവരെ സഹായിച്ചു. ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞതിന് ശേഷം ചുങ്കക്കാരന് വീണ്ടും ഒരു ഓപ്ഷൻ കിട്ടുകയാണ്. ചുങ്കക്കാരന് വീണ്ടും ഒരു അവസരം കിട്ടുകയാണ്. ചുങ്കക്കാരൻ വീണ്ടും പറയാണ്, കർത്താവേ, പാപിയെ എൻ്റെ മേൽ കനിയണമേ. പ്രിയമുള്ളവരെ, ഈശോയുടെ മനോഭാവം എങ്ങനെയുള്ളതായിരിക്കും? ഈശോ എല്ലാവരോടും ക്ഷമിക്കും, തീർച്ചയായിട്ടും ഈശോ അവനോട് ക്ഷമിക്കും. പക്ഷേ ഈശോ വീണ്ടും ആഗ്രഹിക്കുന്നൊരു വളർച്ചയുണ്ട്, നമ്മുടെ ആധ്യാത്മികമായിട്ട് ആത്മീയമായിട്ടുള്ളൊരു വളർച്ച. ഈ പ്രഭാതത്തിൽ ആ ഒരു വളർച്ച നമുക്ക് ആവശ്യമാണ്. ദാറ്റ് ഈസ് അപ്ഡേഷൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യം ഈ ഒരു അപ്ഡേഷനാണ്. നമ്മുടെ കുമ്പസാരത്തിൽ, നമ്മുടെ ദൈവിക മനോഭാവത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ഇനി ദിവസം ആരംഭിക്കുമ്പോൾ ഒരു വളർച്ച ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ആ വളർച്ചയിലൂടെ ഈശോയിലേക്ക് അടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.